നമസ്കാരം സുഹൃത്തുക്കളെ. മ്യൂച്വൽ ഫണ്ട് ശരിയാണ് എന്നൊരു പരസ്യം നമ്മളിൽ പലരും പലപ്പോഴായിട്ട് ടി വിയിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുമുള്ള 90% വ്യക്തികളും എന്താണ് മ്യൂച്വൽ ഫണ്ടെന്നോ അതിൻ്റെ കോമ്പൗണ്ടിങ്, പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്നോ വ്യക്തമായ യാതൊരുവിധ ധാരണയും ഇല്ലാത്തവരാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 18 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 60 വയസ്സ് മുതൽ എന്ത് പെൻഷൻ കിട്ടും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിൽ പലരും. എന്തുകൊണ്ട് ഗവൺമെൻറ് ജോലി ഇത്രയധികം അപ്പീലിംഗ് ആയി മാറുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 60 വയസ്സിന് ശേഷം കിട്ടുന്ന പെൻഷൻ തന്നെയാണ്. അപ്പോൾ പെൻഷൻ കിട്ടാൻ 18 വയസ്സുള്ളൊരു വ്യക്തി പെൻഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങി ഏറ്റവും ചെറിയൊരു തുക 1000 രൂപ വെച്ചിട്ട് മന്ത്ലി മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏതെങ്കിലും ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പെൻഷൻ കിട്ടും എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ 18 വയസ്സെന്ന് പറയുമ്പോൾ 60 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന് അടയ്ക്കാൻ കഴിയുന്നത്. 60 വയസ്സ് മുതൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിത്തുടങ്ങും. 60 - 18, അതായത് 42 വർഷം ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് കിട്ടും. 42 വർഷം എന്ന് പറയുമ്പോൾ 504 മാസം. 504 മാസം ഇദ്ദേഹത്തിന് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. 60 വയസ്സ് തൊട്ട് പെൻഷൻ കിട്ടിത്തുടങ്ങും. നമ്മളിവിടെ കണക്ക് കൂട്ടുന്നത് മിനിമം തുക വെച്ചിട്ടാണ്. 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ തുക. അപ്പോൾ 1000 രൂപ വെച്ചിട്ട് ഇദ്ദേഹം 504 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ പല പദ്ധതികളും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും തന്നെ 20, 25, 15 വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകളുടെയൊക്കെ സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺ വരുന്നത് 18, 20, 21 എന്ന റേഞ്ചിലൊക്കെയാണ്. പക്ഷേ ഈ ഒരു കണക്ക് കൂട്ടുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു റിട്ടേൺ ആയിട്ടുള്ള 15% റിട്ടേൺ വെച്ചിട്ടേ കണക്ക് കൂട്ടുന്നുള്ളൂ. എത്ര തുകയിലേക്ക് ഇതെത്തും എന്ന് നമുക്കൊന്ന് നോക്കാം. 504 മാസം 1000 രൂപ വെച്ച് അടയ്ക്കുമ്പോൾ അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5,04,000 രൂപ. 15% ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് 60 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന തുക നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. മാച്യൂരിറ്റി വാല്യൂ ഒന്ന് വായിച്ചു നോക്കൂ, എത്രയുണ്ട് ആ തുക. പെട്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തുകയാണ് ഇവിടെ കാണുന്നത്. 4,23,40,000 രൂപ. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു പവർ ഓഫ് കോമ്പൗണ്ടിങ്. സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള മാത്തമാറ്റിക്സിലെ ഒരു പ്രതിഭാസമാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇതാണ് അത്. ടൈം ഈസ് മണി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയും നേരത്തെ തുടങ്ങിയാൽ ആ സമയത്തിന് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയും പെൻഷൻ പ്ലാനിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു മാസമോ ഒരു ദിവസമോ ഒരു വർഷമോ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയധികം മികച്ചതായിരിക്കും എന്നതാണ് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഇനി വരുന്ന വീഡിയോകളിൽ 19ാമത്തെ വയസ്സിൻ്റെയോ 20ാമത്തെ വയസ്സിൻ്റെയോ 21ാമത്തെ വയസ്സുള്ള ആളോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ മെച്യൂരിറ്റി വാല്യൂയും അയാൾക്ക് കിട്ടുന്ന പെൻഷനും നിങ്ങൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ടൈമിൻ്റെ, നേരത്തെ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, മൊത്തം 5,04,000 രൂപ അടച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 60 വയസ്സാകുമ്പോൾ 4,23,40,000 രൂപയ്ക്ക് മുകളിലുണ്ടാകും. ഇതിൽ നിന്ന് എല്ലാ മാസവും അദ്ദേഹത്തിന് 60 വയസ്സിന് ശേഷം 4,90,000 രൂപയ്ക്ക് മുകളിൽ എല്ലാ മാസവും മന്ത്ലി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഈ പെൻഷൻ എത്ര കാലം കിട്ടും എന്ന് ചോദിച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഈ പെൻഷൻ കിട്ടും. അതായത് എത്ര കാലം ഈ പെൻഷൻ വേണമെന്ന് തീരുമാനിക്കുന്ന വ്യക്തി നിങ്ങളാണ്. നിങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം ഇതിൽ നിന്ന് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടാകും. അല്ല എങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് പെൻഷൻ വേണ്ട എന്ന് തോന്നുന്നത് ആ സമയത്ത്, അതായത് 60 വയസ്സിന് ശേഷം എപ്പോൾ പെൻഷൻ വേണ്ട എന്ന് തോന്നിയാലും ആ സമയത്ത് നിങ്ങൾക്ക് 4,23,40,000 രൂപ പൂർണ്ണമായി പിൻവലിച്ചുകൊണ്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഒരു വ്യക്തി പെൻഷൻ വാങ്ങിച്ചു തുടങ്ങി, 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, എത്ര വയസ്സായിക്കോട്ടെ, ആ വ്യക്തി ആ ഒരു കാലയളവിൽ, ആ ഒരു പ്രായത്തിൽ 90ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു എന്ന് കരുതുക.
അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നോമിനി ആരാണോ ആ വ്യക്തിക്ക് ഈ 4,23,40,000 രൂപ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവും. തുടർന്ന് അങ്ങോട്ട് ഈ നോമിനിക്കും ഈ ആപ്ലിക്കൻറ്റിന് എന്തൊക്കെ അവകാശങ്ങൾ ഇതിലുണ്ടായിരുന്നോ അതെല്ലാം നോമിനിക്കും കിട്ടുന്നുണ്ടാകും. അതായത് നോമിനിക്ക് വേണമെങ്കിൽ ഈ ഫുൾ എമൗണ്ട് തിരികെ എടുത്തുകൊണ്ട് പോകാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിനും 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ എല്ലാ മാസവും പെൻഷനായിട്ട് കിട്ടണമെങ്കിൽ പെൻഷനായിട്ടും കിട്ടും. പ്ലസ് ഈ തുക എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കും. ഇതിത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്കിത് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുമുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിനെപ്പറ്റി ഒരുപക്ഷെ ഇതുവരെ കേട്ടിട്ടേ ഉണ്ടാവില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ശ്രമിച്ചെങ്കിൽ മാത്രമേ അവരോരോരുത്തരിലേക്കും ഈ പദ്ധതിയെ പറ്റിയും ഇങ്ങനൊരു അവസരം അവർക്കും കൂടെ അവകാശപ്പെട്ടത് ഇവിടെ ഉണ്ടെന്ന് അവരിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ആരൊക്കെയാണോ വേണ്ടപ്പെട്ടവർ, 18 വയസ്സിന് മുകളിലുള്ള ആർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിത് കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ അവരൊന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പദ്ധതി നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതിൽ ചേരാനായി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇനി മുതൽ അങ്ങോട്ട് വരുന്ന ഓരോ പ്രായത്തിൽപ്പെട്ടവരുടെയും പെൻഷൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകും. അത് തമ്മിൽ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു.